നമസ്കാരം, ബിസിനസ് ഡയലോഗിലേക്ക് സ്വാഗതം. ഓരോ കുടുംബത്തിനും ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യത്തോടെ ആവിഷ്കരിച്ച ജൻധൻ യോജന ഉൾപ്പെടെ നിരവധി സാമ്പത്തിക പദ്ധതികളാണ് കേന്ദ്ര ഗവൺമെന്റ് അവതരിപ്പിച്ചിരിക്കുന്നത്. എന്നാൽ ഈ പദ്ധതികൾക്ക് കേരളത്തിൽ വേണ്ടത്ര സ്വീകാര്യത ലഭിക്കുന്നില്ല എന്ന പരാതി നിലനിൽക്കുന്നുണ്ട്. കേരളത്തിലെ സാധാരണക്കാർക്കിടയിൽ ഈ പദ്ധതികളെപ്പറ്റി കാര്യമായ അവബോധമില്ല. കേന്ദ്രത്തിന്റെ സാമ്പത്തിക പദ്ധതികളോട് കേരളം മുഖം തിരിക്കുന്നു എന്ന വിഷയമാണ് ഇന്ന് ബിസിനസ് ഡയലോഗ് പരിശോധിക്കുന്നത്. ചർച്ചയിൽ BJP സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് B. ഗോപാലകൃഷ്ണൻ, ബെഫി സംസ്ഥാന ജനറൽ സെക്രട്ടറി സനിൽ ബാബു N എന്നിവർ പങ്കെടുക്കുന്നു. ആദ്യം അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, കേന്ദ്ര പദ്ധതികളോട് കേരളം ഉൾപ്പെടെയുള്ള BJP ഇതര സംസ്ഥാനങ്ങൾ മുഖം തിരിക്കുന്നതായി BJP ഘടകങ്ങൾ തന്നെ ആരോപിക്കുന്നുണ്ട്. കേരളം കേന്ദ്ര പദ്ധതികളോട് മുഖം തിരിക്കുന്നുണ്ടോ? കേരള സർക്കാരിന്റെ ജൻധൻ അക്കൗണ്ടുമായിട്ട് ഒരു ബന്ധവുമില്ല. കേരള സർക്കാരിന്റെ വീഴ്ച ചർച്ച അക്കൗണ്ടിന്റെ സമയം കളഞ്ഞിട്ട് കാര്യമില്ല. ജൻധൻ അക്കൗണ്ടിന്റെ വിഷയം നിങ്ങളൊരു സാമ്പത്തിക ചാനലായതുകൊണ്ട് സംസാരിക്കുന്നുണ്ടാവാം. പക്ഷേ ജൻധൻ അക്കൗണ്ടിന്റെ കാര്യം മാത്രമല്ല ഞാൻ വരുന്നത്. ഞാനൊരു ഉദാഹരണം നിങ്ങളോട് പറയാം. വിദേശ മത്സ്യബന്ധനം കേന്ദ്ര ഗവൺമെന്റ് നിർത്തലാക്കി. ഈ വിദേശ മത്സ്യബന്ധനം നിർത്തലാക്കിക്കൊണ്ട് ആഴക്കടൽ മത്സ്യബന്ധനത്തിൽ പരമ്പരാഗതമായ മത്സ്യത്തൊഴിലാളികൾക്ക് ഈ ആഴക്കടൽ മത്സ്യബന്ധനവുമായി ബന്ധപ്പെട്ട് 100 ബോട്ടുകൾ ഒരു ഏരിയയിൽ വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനമെടുത്തു. അതില് 60 ലക്ഷം, അതായത് 1,20,00,000 രൂപയാണ് അതുമായി ബന്ധപ്പെട്ടിട്ട്. ആ 1,20,00,000 രൂപ ഒരു ബോട്ടുടമയ്ക്ക് കിട്ടും. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് വന്നു. ആ മന്ത്രിയുടെ പ്രഖ്യാപനം ഉണ്ടായിരുന്നു. ഞാൻ ആ പരിപാടിക്ക് പോയതാണ്. ഞാനിതുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചതാണ്. അതിൽ 40 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റ് എടുക്കണം. 40 ലക്ഷം രൂപ സംസ്ഥാനവും കേന്ദ്രവും കൂടി എടുക്കണം. അതിൽ 26 ലക്ഷം രൂപ കേന്ദ്ര ഗവൺമെന്റിന്റെയും 14 ലക്ഷം രൂപ സംസ്ഥാന ഗവൺമെന്റിന്റെയുമാണ്. അതിൽ 60 ലക്ഷം രൂപ ബാങ്ക് ലോണാണ്. 20 ലക്ഷം രൂപ വ്യക്തി എടുക്കണം. ഈ 14 ലക്ഷം രൂപ സംസ്ഥാനം എടുക്കാൻ തയ്യാറാവുന്നില്ല. അതിന്റെ പേരില് ഈ 100 വോട്ട് പോയിട്ട് 10 വോട്ട് പോലും കൊടുത്തിട്ടില്ല. അതുപോലെ പ്രധാനമന്ത്രി മത്സ്യ സമ്പദ് യോജന, ഈ മത്സ്യസമ്പത്തുമായി ബന്ധപ്പെട്ട് 100% ഒന്നും നടക്കുന്നില്ല. കാരണം ഇതുമായി ബന്ധപ്പെട്ട 60%-ല് 40% കേരളം എടുക്കണം. ശ്രീ സനിൽ ബാബു, സജീവമായ ബാങ്കിംഗ് ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യം പൂർണ്ണമായി നേടിയിട്ടില്ല. അത് അങ്ങനെ ഒരു ആരോപണം നിലനിൽക്കുന്നുണ്ട്. എങ്കിലും എല്ലാവർക്കും ബാങ്ക് അക്കൗണ്ട് എന്ന ലക്ഷ്യത്തോടെ കേന്ദ്ര ഗവൺമെന്റ് നടപ്പാക്കുന്ന പദ്ധതികൾ എതിർക്കപ്പെടേണ്ടതുണ്ടോ? തീർച്ചയായിട്ടും ഇല്ല. എന്ന് മാത്രമല്ല, ബാങ്കുകളിലെ ഒരു സ്ഥിതി നിങ്ങളൊന്ന് പരിശോധിച്ചു കഴിഞ്ഞാല് പലപ്പോഴും നമുക്കറിയാലോ, ഈ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ എന്നൊരു കൺസെപ്റ്റ് 2007 വരുന്നത്. ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ വരുമ്പോൾ അന്നത്തെ ലക്ഷ്യം എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് ഓരോ വീട്ടിലും ഒരു ബാങ്ക് അക്കൗണ്ട് എന്നുള്ളതായിരുന്നു ഒരു കൺസെപ്റ്റ്. ആ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ അക്കൗണ്ടുകളെ ജൻധൻ എന്ന നിലയിലേക്ക് കൺവേർട്ട് ചെയ്തുകൊണ്ട് ഓരോരുത്തർക്കും അക്കൗണ്ട് എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരുന്നത്. അപ്പോഴാണ് ആ 2014 നിങ്ങളൊക്കെ ഒരുപക്ഷെ മറന്നുപോയിട്ടുണ്ടാവും. പക്ഷെ ബാങ്ക് ജീവനക്കാർക്ക് അത് മറക്കാൻ കഴിയില്ല. ഓരോ ശാഖകൾക്ക് മുമ്പിലും വലിയ മേളകൾ സംഘടിപ്പിച്ചുകൊണ്ടാണ് ഇത്തരം അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ജീവനക്കാർ വലിയ ഒരു എഫർട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പൊ അതിനോട് പുറംതിരിഞ്ഞു നിൽക്കുന്ന സമീപനം ഒരു ബാങ്കുകളും സ്വീകരിച്ചിട്ടില്ല. പ്രത്യേകിച്ച് കേരളത്തിലെ കാര്യം എടുത്തു പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഈ നമ്മുടെ സഹകരണ മേഖലയിലെ ബാങ്കുകളടക്കം ഇത്തരം അക്കൗണ്ടുകളെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു സ്ഥിതി ഉണ്ടായി. അതുമാത്രമല്ല, അതിനുശേഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത PMSBY, PMJJBY തുടങ്ങിയ ഇൻഷുറൻസ് പദ്ധതികൾ, അതൊക്കെ ഈ അക്കൗണ്ടില് മുഖാന്തരമാണല്ലോ വരുന്നത്. അത്തരം പദ്ധതികളും ബാങ്കുകൾ വലിയ വാശിയോട് കൂടിയിട്ടാണ് ഏറ്റെടുത്തത്.
സാധാരണ ജനങ്ങൾക്ക് അന്ന് 12 രൂപയായിരുന്നു ഇൻഷുറൻസ് പദ്ധതി. അപകട മരണം സംഭവിച്ചാൽ 12 രൂപ എന്നുള്ള പദ്ധതി. അതും വളരെ വാശിയോടെ തന്നെ ബാങ്കുകൾ ഒരു മത്സര ബുദ്ധിയോടെ എടുക്കുകയും വലിയ തോതിൽ കേരളത്തിന്റെ ജനസംഖ്യയ്ക്ക് അനുസൃതമായ രീതിയിലുള്ള നല്ല മുന്നേറ്റം ആ ബാങ്ക് അക്കൗണ്ടുകൾ തുറക്കുന്നതിൽ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഈ കേന്ദ്ര ആവിഷ്കൃത ഇത്തരം പദ്ധതികൾക്കെതിരെ മുഖം തിരിഞ്ഞു നിൽക്കുന്ന ഒരു സമീപനവും, പ്രത്യേകിച്ച് പൊതുമേഖലാ ബാങ്കുകളിലൊക്കെ ടാർഗറ്റുകൾ നൽകിക്കൊണ്ടാണ് ഇത്തരം അക്കൗണ്ടുകൾ ഓപ്പൺ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്പൊ കേരളത്തിലൊക്കെ ഓരോ ദിവസവും ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ ഉടനെ ഒരു ഈ PMSBYയുടെ ആപ്ലിക്കേഷൻ കൂടെ ഞങ്ങൾ അതിന്റെ കൂടെ കൊടുക്കുകയാണ്. അത്തരത്തിലാണ് ഈ പദ്ധതികൾ ഇപ്പൊ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ ബാങ്കിങ് മേഖലയിലെ ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ എൻ്റെ ഒരു അനുഭവം അതാണ്. അങ്ങനെയാണെങ്കിൽ ഇത്തരത്തിലുള്ള നടപടികൾ ഇത് സാധാരണക്കാർക്ക് എത്രമാത്രം പ്രയോജനപ്രദമാണ്, അല്ലെങ്കിൽ ഇത് ബാങ്കിങ് മേഖലയുടെ ഒരു സമഗ്രമായ മാറ്റത്തിന് വഴിവെക്കുമോ? അല്ല, ഈ അക്കൗണ്ട് തുടങ്ങി എന്നതുകൊണ്ട് മാത്രം സമഗ്രമായ മാറ്റത്തിലേക്ക് പോകില്ലല്ലോ. അതിന് വേണ്ടത് മറ്റ് നയങ്ങളിൽ ഉള്ള മാറ്റാണ്. ആളുകൾക്ക് കൂടുതൽ വായ്പ ലഭിക്കണം. അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് യഥേഷ്ടം വായ്പ ലഭിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഇടപെടൽ ഉണ്ടാവണം. അങ്ങനെയാണ് വേണ്ടത്. നിർഭാഗ്യവശാൽ നമ്മുടെ ഇന്നത്തെ രാജ്യത്തെ ബാങ്കിങ് നയം എന്ന് പറയുന്നത്, ശരിയാണ്, ഇത്തരത്തിലുള്ള മുദ്രാ വായ്പകളൊക്കെ നിലനിൽക്കുമ്പോൾ തന്നെ ഈ കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ വായ്പാ നയമാണ് രാജ്യത്ത് രൂപീകരിക്കുന്നത്. ഇപ്പൊ പല ശാഖയിലും ചെന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ചെറിയ വായ്പകൾ എടുക്കാൻ ചെല്ലുന്ന ആളുകളെ അവിടെ ആളുകൾ സ്വീകരിക്കാൻ പോലും ജീവനക്കാരില്ലാത്ത ഒരു സ്ഥിതിയാണ്. അതാണ് ഞാൻ നയം എന്ന് പ്രത്യേകമായി എടുത്തു പറഞ്ഞത്. ഇപ്പൊ പല ബാങ്കുകളിലും റിക്രൂട്ട്മെന്റ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പോൾ സ്വാഭാവികമായും ടാർഗറ്റുകളുടെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, വലിയ ടാർഗറ്റുകളാണ് അടിച്ചേൽപ്പിക്കുന്നത്. കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നും ബാങ്ക് അധികാരികളുടെ ഭാഗത്തു നിന്നും ഒക്കെ കൂടുതൽ കൂടുതൽ വായ്പകൾ കൊടുക്കണം എന്നുള്ള അതിനെ നമ്മൾ കുറ്റം പറയുകയല്ല. പക്ഷേ അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കാനുള്ള ജീവനക്കാരില്ലാത്ത സ്ഥിതിയാണ് പല ബാങ്കുകളിലും ഉള്ളത്. സാധാരണക്കാരന്റെ ജീവിത പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ടുള്ള കൂടുതൽ വായ്പാ പദ്ധതികൾ വരണം. അവൻ ലഭിച്ചാൽ അവന് വായ്പ കിട്ടുമെന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള നയങ്ങൾ കൂടി ബാങ്കിങ് മേഖലയിൽ ആവിഷ്കരിക്കണം എന്നാണ് എനിക്ക് തോന്നുന്നത്. താങ്കളിലേക്ക് മടങ്ങി വരാം. കേരളത്തിൽ നിന്ന് ഉയരുന്ന ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ആരോപണമുണ്ട്. അതായത് ഇത്തരത്തിലുള്ള ഒരുപാട് പദ്ധതികൾ, പ്രധാനമന്ത്രി യോജനയുമായി ബന്ധപ്പെട്ട ഒരുപാട് പദ്ധതികൾ നിലവിലുണ്ടെങ്കിലും ഈ പദ്ധതി നടത്തിപ്പിലെ സുതാര്യമില്ലായ്മയെക്കുറിച്ച് പറയുന്നുണ്ട്. ഇതിൽ ആശങ്ക കാണിച്ചിട്ടുണ്ട്. ഇതിൽ ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങുന്നത് തന്നെ വേണ്ടത്ര രേഖകളില്ലാതെ വ്യാജമായി തുടങ്ങുന്ന അക്കൗണ്ടുകളുണ്ട്. ഇത് ദുരുപയോഗം ചെയ്യപ്പെടുന്നു എന്നുള്ള ആരോപണങ്ങളുണ്ട്. ഇത്തരത്തിലുള്ള ഒട്ടേറെ കാര്യങ്ങളാണ് കേരളത്തിൽ നിന്ന് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ പറ്റുമോ? പണ്ടൊക്കെ സഹകരണ ബാങ്ക് വഴി ധാരാളം തട്ടിപ്പുകൾ നടന്നു. ആ തട്ടിപ്പുകളൊക്കെ നടക്കുന്നത് സഹകരണ ബാങ്കില്. ഏതെങ്കിലും പൊതുമേഖലാ ബാങ്കുകളിൽ അങ്ങനത്തെ തട്ടിപ്പുകളുണ്ടോ? പൊതുമേഖലാ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ട് ചില കോർപ്പറേറ്റ് മേലാളന്മാർ പോകുന്നുണ്ട്. തീർച്ചയായും. ഞാനൊരു സിമ്പിൾ ചോദ്യം ചോദിക്കാം. കാനറ ബാങ്കിന്റെ ഉദ്യോഗസ്ഥനാണല്ലോ ഇവിടെ ഇരിക്കുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, 10 രൂപ കടം ചോദിക്കുമ്പോ നിങ്ങൾ 40 രൂപയുടെ ആസ്തി കണ്ടിട്ടല്ലേ നിങ്ങൾ കടം കൊടുക്കുന്നത്? അങ്ങനെ കൊടുക്കാനല്ലേ നിങ്ങൾക്ക് നിർദ്ദേശം? ശ്രീ സനലിന് മറുപടി പറയാം. ശ്രീ ഗോപാലകൃഷ്ണൻ ചോദിക്കുന്നത്, നിങ്ങൾ ആസ്തി കണ്ടിട്ട് അതിനനുപാതികമായി മാത്രമാണല്ലോ വായ്പ കൊടുക്കുന്നത് എന്നുള്ളതാണ്. ഒരു കാര്യത്തോട് ബാങ്ക് എംപ്ലോയി ബെഫി എന്ന് പറയുന്ന സംഘടന ഒരിക്കലും അദ്ദേഹത്തെ ആരെ തെറ്റിദ്ധരിപ്പിച്ചാൽ നമ്മൾ അങ്ങനെ ഒരിക്കലും ഇടപെട്ടിട്ട് വായ്പ കൊടുക്കാതെ, പ്രത്യേകിച്ച് മുദ്രാ വായ്പ കൊടുക്കാതിരിക്കാനുള്ള ഒരു ഇടപെടൽ. അങ്ങനെങ്കിൽ ജോലി ചെയ്യുന്ന ഒരു ജീവനക്കാരൻ എന്ന നിലയിൽ വായ്പകൾ, പ്രത്യേകിച്ച് അതാത് പ്രദേശത്തെ ആളുകൾക്ക് വായ്പ കിട്ടണം എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്. പക്ഷേ ശ്രീ സനൽ, ഈ മുദ്രാ വായ്പയെ കുറിച്ച് അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ പറഞ്ഞത് മാത്രമല്ല, ഒട്ടേറെ പരാതികൾ ഇതിനു മുൻപും വന്നിട്ടുണ്ട്. മുദ്രാ വായ്പകൾ അത്ര പെട്ടെന്ന് ലഭ്യമാകുന്നതല്ല. കേന്ദ്ര ഗവൺമെന്റ് അത് നടപ്പാക്കാൻ ഉദ്ദേശിച്ച അത്രയും വേഗത്തിൽ, അല്ലെങ്കിൽ അത് സാധാരണക്കാരിൽ എത്തുന്ന കാർഷികേതര മേഖലയിലെ ഇടത്തരക്കാരെയും സാധാരണക്കാരെയും ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള മുദ്രാ വായ്പകൾ അവർക്ക് പെട്ടെന്ന് ലഭ്യമാകുന്നില്ല, ആക്സസ് ചെയ്യാൻ പറ്റുന്നില്ല തുടങ്ങിയ ഒരുപാട് പരാതികൾ നിലനിൽക്കുന്നില്ലേ? അദ്ദേഹം ചോദിച്ചതിന്റെ ഒരു മറുപടി, അതായത് ഈടില്ലാത്ത വായ്പകൾ ധാരാളം കൊടുക്കുന്നുണ്ട്. മുദ്രാ വായ്പ തന്നെ അതിലൊന്നാണല്ലോ. അത് കൂടാതെ തന്നെ ഈടില്ല എന്ന് പറയുമ്പോൾ നമുക്ക് അദ്ദേഹം ഉദ്ദേശിച്ചത് ഈ കൊളാറ്ററൽ സെക്യൂരിറ്റി എന്ന നിലയിൽ പ്രോപ്പർട്ടി ഈട് കൊടുത്തിട്ട് ഉള്ള വായ്പകളായിരിക്കും. അല്ലാതെ ബിസിനസ് അസറ്റ് ഈടാക്കിക്കൊണ്ടുള്ള നിരവധി വായ്പകളുണ്ട്. ഇപ്പൊ ഒരു പദ്ധതി തുടങ്ങുന്നതിന് വേണ്ടിയിട്ട് ഒരു കുറെ മെഷീനറി വാങ്ങുന്നു. ആ മെഷീനറിയാണ് ഈട്.
അപ്പൊ ആ മെഷീനറി വാങ്ങുന്നതിന് ബാങ്കാണ് പൈസ കൊടുക്കുന്നത്, അതിനുശേഷം അത് ഈടായി മാറുകയാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഈ മുദ്രാ ലോണുകൾ 2015 ആരംഭിച്ചതു മുതൽ ഇന്ത്യയിൽ ഉടനീളം ഏതാണ്ട് 37-38 കോടിയിലധികം മുദ്രാ വായ്പകൾ അനുവദിച്ചിട്ടുണ്ട്. ഇത് 20 ലക്ഷം കോടിയിലധികം രൂപ ആണ് വിതരണം ചെയ്തിരിക്കുന്നത്. കേരളത്തിൽ തന്നെ ഏതാണ്ട് 1.5 കോടിയിലധികം മുദ്രാ വായ്പകൾ അനുവദിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം ബാങ്കുകൾ വഴിയാണ് കൊടുക്കുന്നത്. മുദ്രാ വായ്പകൾക്ക് കുറിച്ച് പരാതികൾ ഉള്ളപ്പോഴും ഇതെല്ലാം വിതരണം ചെയ്തിരിക്കുന്നത് ബാങ്കുകൾ വഴി തന്നെയാണ്. കേരളത്തിലെ എല്ലായിലും ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ഡെലിബറേറ്റ് ആയിട്ട് ഈ വിഷയത്തിൽ പ്രചരിക്കുകയും ഒരു വലിയ വിഭാഗം ബാങ്കിലെ ഉദ്യോഗസ്ഥന്മാർ ഇത് കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. പിന്നെ ഇവിടെ സംസാരിച്ചത് ഈടില്ലാത്ത വായ്പയെ കുറിച്ച് പടർത്താനല്ല. ഈടില്ലാത്ത വായ്പ, എന്റെ മകൾക്ക് വിദ്യാഭ്യാസ ലോൺ 30 ലക്ഷം രൂപയാണ് എന്റെ മകൾക്ക് യൂണിയൻ ബാങ്ക് കൊടുത്തത്. എന്റെ മകൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതി വിദ്യാഭ്യാസ ലോണാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, ഇതാണ് പ്രതിപക്ഷ പാർട്ടികൾ ആരോപിക്കുന്നത്. BJP ഇതര സംസ്ഥാനങ്ങളോട് കേന്ദ്രത്തിന് ഒരു ചിറ്റമ്മ നയമാണ്, BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾക്കാണ് മുഴുവൻ ആനുകൂല്യങ്ങളും ലഭിക്കുന്നതെന്നുള്ള ആരോപണം നിലനിൽക്കുന്നുണ്ട്. ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ സനിലിന് ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞ ബെഫിയെക്കുറിച്ച് പറഞ്ഞ ആരോപണങ്ങൾക്ക് മറുപടി പറയാം. മറ്റൊരു കാര്യം അദ്ദേഹം പറഞ്ഞ വിദ്യാഭ്യാസ വായ്പയെ സംബന്ധിച്ചിട്ടാണ്. വിദ്യാഭ്യാസ വായ്പയെ സംബന്ധിച്ച കേന്ദ്ര സർക്കാരിന്റെ ഗൈഡ് ലൈൻ ഇപ്പോഴും നിൽക്കുന്നത് 7.5 ലക്ഷം രൂപ വരെയുള്ള വായ്പകളാണ് ഈടില്ലാതെ കൊടുക്കാൻ കഴിയുന്നത്. 7.5 ലക്ഷത്തിൽ അധികരിച്ചു കഴിഞ്ഞാൽ അതിന് കൊളാറ്ററൽ സെക്യൂരിറ്റി വേണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ തന്നെ നിർദ്ദേശമാണ്. അത് നേരത്തെ 4 ലക്ഷം ആയിരുന്നു, ഇപ്പൊ ഈയിടെ വർദ്ധിപ്പിച്ചിട്ടാണ് അത് 7.5 ലക്ഷം ആക്കിയിട്ടുള്ളത്. അതുകൊണ്ട് 7.5 ലക്ഷത്തിന് മുകളിലുള്ള വായ്പ കൊടുക്കണമെങ്കിൽ ആവശ്യമായ കൊളാറ്ററൽ സെക്യൂരിറ്റി കൊടുത്താൽ മാത്രമാണ് വായ്പ കിട്ടുള്ളൂ. അതാണ് സ്ഥിതി. പക്ഷെ അങ്ങനെ കൊടുക്കാത്ത വായ്പകളുണ്ട്. ഇനി ഇതിനൊക്കെ അപ്പുറത്ത് അത് കൊടുക്കാൻ പെർമിഷൻ ഉണ്ട്. അതാർക്കാണ്? അത് ഡയറക്ടർ ബോർഡിനാണ്. ബാങ്കിലെ ശാഖയിൽ ഇരിക്കുന്ന മാനേജർക്ക് അതിനുള്ള അധികാരമില്ല. തൊട്ടുമേളിലുള്ള റീജിയണൽ ഓഫീസിലോ സർക്കിൾ ഓഫീസിലോ ഇല്ല. അത് ബാങ്കിന്റെ ഡയറക്ടർ ബോർഡിന് വേണമെങ്കിൽ കൊടുക്കാം. അങ്ങനെ കൊടുത്ത വായ്പകളാണ് നേരത്തെ ഞാൻ സൂചിപ്പിച്ച കോർപ്പറേറ്റ്, ഇപ്പൊ വിജയ് മല്യയുടെ വായ്പ. ഇത് കൊടുത്തത് ഏതെങ്കിലും ഒരു ശാഖയിലെ മാനേജർ കൊടുത്ത വായ്പയല്ല. അത് കൊടുത്തത് ബാങ്കിന്റെ ഡയറക്ടർ ബോർഡ് നേരിട്ട് കൊടുത്താണ്. അതിന് കൊളാറ്ററൽ സെക്യൂരിറ്റി ഇല്ലാതെ കൊടുക്കാൻ കഴിയും. അപ്പൊ വലിയ തോതിലുള്ള കോർപ്പറേറ്റുകൾക്ക് ഇത്തരം വായ്പകൾ കൊടുക്കുന്നുണ്ട്. ഈ ഈടില്ലാതെ തിരിച്ചു പിടിക്കാൻ സാധിക്കാത്ത രീതിയിലുള്ള വായ്പകൾ കൊടുക്കുന്നുണ്ട്. അഡ്വക്കേറ്റ് ഗോപാലകൃഷ്ണൻ, ശ്രീ സനൽ ബാബു പറഞ്ഞ ആരോപണം നേരത്തെ മുതൽ BJPയെ കുറിച്ച് പറയുന്ന ആരോപണമാണ്. കോർപ്പറേറ്റുകൾക്ക് മാത്രം വായ്പ കൊടുക്കുന്നു, അല്ലെങ്കിൽ കോർപ്പറേറ്റുകൾക്ക് വഴിവിട്ട് സഹായങ്ങൾ ചെയ്യുന്നു എന്നുള്ള ആരോപണം എങ്ങനെ പ്രതികരിക്കുന്നു? ഞാൻ ഈ പറയുന്നതില് എനിക്ക് വളരെ രസകരമായി തോന്നാണ്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനാണ് അദ്ദേഹം. ഈ എഴുതി തള്ളുക എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ എന്താ വിചാരിക്കുക? എനിക്ക് തോന്നുന്നില്ല അതിന്റെ അർത്ഥം ഒന്ന് പറഞ്ഞാൽ നമുക്കൊള്ളാം. എന്താ ഈ എഴുതി തള്ളുക എന്ന് പറഞ്ഞാൽ? നമ്മൾ എഴുതി തള്ളുക എന്ന് പറഞ്ഞാൽ അത് തള്ളിക്കളഞ്ഞു എന്നാണ്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥൻ ഒരിക്കലും ഇങ്ങനെ പറയാൻ പാടില്ല. കാരണം ഞാനിത് മനസ്സിലാക്കി, ഞാൻ ബാങ്കിൽ പോയിരുന്നു. ഇത്രയധികം പൈസ, കോടിക്കണക്കിന് രൂപ ഇങ്ങനെ ബാങ്കിലെ പൈസ, സാധാരണക്കാരനിട്ട് പലിശ ഉണ്ടാക്കുന്ന ബാങ്കിലെ പൈസ ഈ കള്ളുകയാണോ കോർപ്പറേറ്റിന് വേണ്ടി എന്ന് ചോദിച്ചുകൊണ്ട് ഞാൻ പോയിരുന്നു. അപ്പോഴാണ് എനിക്ക് യാഥാർത്ഥ്യം മനസ്സിലായത്. ഒരു ബാങ്ക് ഉദ്യോഗസ്ഥനല്ലേ അങ്ങ് അങ്ങനെ പറയാൻ പാടുമോ? എന്ന് പറഞ്ഞാൽ എന്താ? നോൺ പെർഫോമിംഗ് അസറ്റ് എന്ന് പറയുന്ന NPA-യിലേക്ക്, അതല്ലേ സത്യം? ഈ NPA അക്കൗണ്ട് ആയിട്ട് നിങ്ങൾ അവർ പൈസ തിരിച്ചു പിടിക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നു. ഇപ്പൊ വിജയ് മല്യക്ക് പൈസ കൊടുത്തത് BJP അല്ല, BJPയുടെ ഗവൺമെന്റും അല്ല. BJP ഗവൺമെന്റ് കൊടുത്ത നായ പൈസ ഒരാളുടെ കൈ എഴുതി തള്ളേണ്ടി വന്നിട്ടില്ല, ഒരാൾക്കും അങ്ങനെ കൊടുത്തിട്ടുമില്ല. കോൺഗ്രസ് സർക്കാർ ഭരിക്കുമ്പോൾ ആ കോൺഗ്രസ് സർക്കാരിനെ താങ്ങി നിർത്തിയത് ഇടതുപക്ഷമാണ്. ഇടതുപക്ഷം ഭരിക്കുമ്പോൾ ഇടതുപക്ഷം നിർത്തി കോൺഗ്രസ് ഭരിക്കുമ്പോഴാണ് വിജയ് മല്യ അടക്കമുള്ള കോർപ്പറേറ്റുകൾക്ക് പൈസ കൊടുത്തത്. കാരണം BJP ഗവൺമെന്റ് അല്ല. പിന്നെ എഴുതി തള്ളുക എന്ന് പറയുന്നത് തെറ്റല്ലേ? ആസ്തി ഇപ്പൊ പിടിച്ചില്ലേ? ഇപ്പോ ഈ ഗവൺമെന്റ് വന്നിട്ട് ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര ഗവൺമെന്റ് BJP ഗവൺമെന്റ് വന്നിട്ട് പൊതുമേഖലാ സ്ഥാപനങ്ങളെല്ലാം, അതായത് ബാങ്കിങ് സ്ഥാപനങ്ങളെല്ലാം വലിയ വിജയത്തിലല്ലേ? അവർക്ക് കഴിഞ്ഞ കാലഘട്ടത്തെക്കാൾ കൂടുതൽ അവരുടെ ആസ്തി കിട്ടി. NPA അക്കൗണ്ട് കൂടുതൽ പെർഫോമിംഗ് അക്കൗണ്ട് ആയിട്ട് മാറി. ബാങ്കിങ് സ്ഥാപനങ്ങൾ NPA അക്കൗണ്ടായി കിടന്നത് കൂടുതൽ വസൂലാക്കി കിട്ടി. അവരുടെ NPA അക്കൗണ്ട് കുറഞ്ഞു. അതാണ് 2023-24
ബാങ്കിങ് റിപ്പോർട്ട്. ഇത് നിഷേധിക്കാൻ പറ്റുമോ? പിന്നെ പാവപ്പെട്ടവർക്ക് കൊടുക്കുന്ന വായ്പാ പദ്ധതി അത് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്റെ മകൾക്ക് 36 ലക്ഷം രൂപയാണ് യൂണിയൻ ബാങ്ക് തന്നത്, ഒരു കൊളാട്രൽ സെക്യൂരിറ്റിയും ഇല്ലാതെ. ഞാൻ ഒരു കൊളാട്രൽ സെക്യൂരിറ്റിയും യൂണിയൻ ബാങ്കിൽ കൊടുത്തിട്ടില്ല. 36 ലക്ഷം രൂപയാണ് MS പഠിക്കാൻ വേണ്ടി എന്റെ കുട്ടിക്ക് തന്നത്. അതില് 26 ലക്ഷം കഴിഞ്ഞു. ഇനി 13 ലക്ഷം, 39 ലക്ഷമാണ്. അതിൽ 13 ലക്ഷം ഇനി അവർ തരാനുണ്ട്. അപ്പൊ ഗോപാലകൃഷ്ണൻ, BJP-യുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റിന് കിട്ടുന്ന അത്ര വേഗത്തിൽ മറ്റുള്ളവർക്ക് ലോൺ കിട്ടണമെന്നില്ല. സാധാരണക്കാരന് ഇതുപോലൊരു ട്രീറ്റ്മെന്റ് ആണ് ബാങ്കിൽ നിന്ന് കിട്ടുക എന്ന് കരുതുക വയ്യ. അത് നിങ്ങളുടെ ഒരു മുടന്ത ന്യായമാണ്. സംസ്ഥാന വൈസ് പ്രസിഡന്റ് ആ ബാങ്കിൽ പോയിട്ട് ലോൺ ചോദിച്ചിട്ടില്ല. ഞാൻ പോയിട്ട് എന്റെ മകൾക്കെന്ന് പറഞ്ഞ് ഞാൻ പോയിട്ടില്ല. അത് എന്റെ മകള് നേരിട്ട് പോയി സംസാരിച്ച് കിട്ടിയതാ. ശ്രീ സനിൽ ബാബു, ശ്രീ B. ഗോപാലകൃഷ്ണൻ പറഞ്ഞ വാദത്തോട് എങ്ങനെ പ്രതികരിക്കുന്നു? ബാങ്കിംഗ് മേഖലയിൽ ഈ ഭരണകാലത്ത് പുതിയൊരു ഉണർവുണ്ടായിട്ടുണ്ടെന്നും NBA-കൾ കുറഞ്ഞിട്ടുണ്ട് എന്നുമുള്ള BJP-യുടെ വാദത്തോട് എങ്ങനെയാണ് താങ്കൾ പ്രതികരിക്കുന്നത്? ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് എന്റെ മറുപടി. പിന്നെ അദ്ദേഹം പറഞ്ഞതിനകത്ത് ചെറിയൊരു പെശകുണ്ട്. എഴുതിത്തള്ളലിനെ കുറിച്ചിട്ടല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞ ഇപ്പൊ പറഞ്ഞ കണക്കുകൾ അത് ഹെയർ കട്ടാണ്, അത് എഴുതിത്തള്ളലല്ല. അദ്ദേഹം പറഞ്ഞ എഴുതിത്തള്ളല് വേണമെങ്കിൽ നമുക്ക് അതൊരു പിന്നീട് തിരിച്ചു പിടിക്കാം എന്നുള്ളൊരു വാദഗതി നമുക്ക് പറയാം. പക്ഷെ അപ്പോഴും ശ്രീ സനിൽ ബാബു, എഴുതിത്തള്ളൽ എന്ന് പറയുന്നത് ബാങ്കിങ്ങിനെ സംബന്ധിച്ച് ഒരു സാങ്കേതികമായ പദമല്ലേ? അത് സാധാരണക്കാർ മനസ്സിലാക്കുന്ന അർത്ഥത്തിൽ എഴുതിത്തള്ളുകയല്ലല്ലോ ചെയ്യുന്നത്. അതാണ് സാർ, ഞാൻ കൃത്യമായി പറഞ്ഞുതരാം. അതായത് രണ്ട് രീതിയിലുണ്ട്. 2016 BJP-യുടെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ തന്നെ BJP തന്നെ അധികാരത്തിലിരിക്കുന്ന കാലഘട്ടത്തിലാണ് IBC കോഡ്, ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ് എന്നുകൊണ്ട് പുതിയൊരു നിയമം കൊണ്ടുവരികയാണ്. പാർലമെന്റ് പാസ്സാക്കിയ നിയമമാണ് ഇൻസോൾവൻസി ആൻഡ് ബാങ്ക്രപ്സി കോഡ്. അത് പ്രകാരം ഒരു നാഷണൽ കമ്പനി ലോ ട്രിബ്യൂണൽ, NCLT എന്നാണ് അതിന്റെ ചുരുക്കപ്പേര്, NCLT രൂപീകരിക്കുകയും ഇത്തരം റിസോൾവ് ചെയ്യേണ്ട കേസുകൾ, അതായത് ഇപ്പൊ നേരത്തെ പറഞ്ഞ അനിൽ അംബാനിയുടെ വായ്പ, അത് പോയിട്ടുള്ളത് ഈ NCLT-യിലേക്കാണ്. നേരത്തെ ഗോപാലകൃഷ്ണൻ സാർ പറഞ്ഞ എഴുതിത്തള്ളൽ എന്ന് പറയുന്നത് വ്യത്യസ്തമാണ്. അത് ഒരു പക്ഷേ ഒരു ടെക്നിക്കൽ റൈറ്റ് ഓഫ് എന്ന് വേണമെങ്കിൽ ശ്രീ സനിൽ ബാബു, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ ഗോപാലകൃഷ്ണൻ പറഞ്ഞോളൂ. വാസ്തവത്തില് ഈ സനിൽ ബാബു ആളുകളെ കൺഫ്യൂഷൻ ആക്കുക. കാരണം ഗോപാലകൃഷ്ണൻ അല്ല എഴുതിത്തള്ളൽ പറഞ്ഞത്, നിങ്ങളാ. ഞാൻ എഴുതിത്തള്ളൽ പറഞ്ഞില്ല, നിങ്ങളാണ് പറഞ്ഞ എഴുതിത്തള്ളല്. പിന്നെ രണ്ടാമത്തെ ഇപ്പൊ നിങ്ങൾ എഴുതിത്തള്ളൽ എന്റെ പേരിലും അദ്ദേഹം പറഞ്ഞതേ എന്ന് പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ബാങ്കിങ് വ്യവസ്ഥയില് ഒരു നിയമമുണ്ട്. ഈ സർഫാസി നിയമം സമീപകാലത്ത് വന്ന നിയമമാണ്. കുറച്ചു കാലമായി ആ നിയമം വന്നിട്ട്. ഇതേപോലെ പല നിയമങ്ങളും ഉണ്ട്. ആ നിയമത്തിലൊരു നിയമമാണ് വൺ ടൈം സെറ്റിൽമെന്റ്. ആ വൺ ടൈം സെറ്റിൽമെന്റില് കാനറ ബാങ്കില് 2013 വൺ ടൈം സെറ്റിൽമെന്റ് പ്രകാരം ഏതാണ്ട് 2,70,000 രൂപ കൊടുക്കേണ്ട ഒരു കടം ഞാനുമായി ബന്ധപ്പെട്ട് മാനേജറെ പോയി കണ്ട് സംസാരിച്ച് വൺ ടൈം സെറ്റിൽമെന്റ് പ്രകാരം അത് 2 ലക്ഷം ആക്കി. അതിൽ 70,000 രൂപ വേണ്ടാന്ന് വെച്ചു. അത് ബാങ്കിന്റെ തീരുമാനമാണ്. അത് ബാങ്കുകള് സാധാരണക്കാരൻ മുതല് കോർപ്പറേറ്റ് വരെയുള്ള എല്ലാവർക്കും ബാധകമായിട്ടുള്ളതാണ്. അത് ഹൈക്കോടതിയും അത് പറഞ്ഞിട്ടുണ്ട്, സുപ്രീം കോടതിയും പറഞ്ഞിട്ടുണ്ട്, കോടതികളും പറഞ്ഞിട്ടുണ്ട് വൺ ടൈം സെറ്റിൽമെന്റ് പ്രകാരം നിങ്ങൾക്കത് ചെയ്യാമെന്ന്. പക്ഷേ ശ്രീ ഗോപാലകൃഷ്ണൻ, വൺ ടൈം സെറ്റിൽമെന്റിന്റെ കാര്യത്തിൽ ഇതിന്റെ അനുപാതത്തിൽ വ്യത്യാസം വരുന്നുണ്ട്. കോർപ്പറേറ്റുകൾക്ക് വരുന്ന വൺ ടൈം സെറ്റിൽമെന്റും സാധാരണക്കാരനെ സംബന്ധിച്ച് വരുന്ന 1-2 ലക്ഷം രൂപയുടെ വൺ ടൈം സെറ്റിൽമെന്റും തമ്മിൽ ഹ്യൂജ് ഡിഫറൻസ് ഉണ്ട്. നിങ്ങൾ അവിടെ ഒരു കാര്യം മനസ്സിലാക്കണം. കോർപ്പറേറ്റുകൾ പോയിട്ട് 1 ലക്ഷം രൂപ എടുക്കുമോ? കോർപ്പറേറ്റ് പോയിട്ട് 2 ലക്ഷം രൂപ എടുക്കും. കോർപ്പറേറ്റ് പോയിട്ട് 2000 കോടി എടുക്കുക. അപ്പൊ ആ ആനുപാതികത്തിന് വ്യത്യാസം ഉണ്ടാവും. അവർ ഇന്ത്യയിൽ വന്ന് സ്ഥാപനം തുടങ്ങുമ്പോഴാണ് നമുക്ക് ഗുണമുണ്ടാവുന്നത്, ഇവിടെ എംപ്ലോയ്മെന്റ് ഉണ്ടാവുന്നത്, ഇവിടെ കയറ്റുമതി ഉണ്ടാവുന്നത്. അങ്ങനെയാണ് ആപ്പിള് ഇന്ത്യയിലേക്ക് വന്നത്. ഇപ്പോ TCC അതൊരു കോർപ്പറേറ്റ് സ്ഥാപനമാണ്. 3.5 ലക്ഷം ആളുകൾ ജോലി ചെയ്യുന്ന സ്ഥാപനമാണ്. 3.5 ലക്ഷം ആളുകൾ ഒരു കുടുംബത്തിന് 5 പേര് എന്ന് പറഞ്ഞാൽ 15 ലക്ഷം ആളുകൾക്ക് ജീവിതം കൊടുക്കുന്ന സ്ഥാപനമാണ്. അവർക്ക് അല്ലെങ്കിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഒരു ആനുകൂല്യം കൊടുത്താൽ
കോർപ്പറേറ്റിന് ആനുകൂല്യം കൊടുക്കുന്നു എന്ന് പറയുന്നത് മര്യാദകേടാണ്. ഇതുപോലെ തന്നെയാണ് പലിശയുടെ കാര്യത്തിലും ടാക്സിന്റെ കാര്യത്തിലും. ശ്രീ ഗോപാലകൃഷ്ണൻ ചോദിച്ച അടിസ്ഥാനപരമായൊരു ചോദ്യമാണ്, എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ കോർപ്പറേറ്റ് വിരോധം നിലനിർത്തുന്നത്? ഇല്ല, കോർപ്പറേറ്റ് വിരോധമൊന്നുമില്ല. അത് ഞാനൊരു വസ്തുത പറഞ്ഞേ ഉള്ളൂ. ഇപ്പൊ നേരത്തെ പറഞ്ഞ എന്റെ ഒരു സ്ലിപ്പ് ഓഫ് ദ ടങ് ചിലപ്പോൾ ഉണ്ടായിട്ടുണ്ടാവും. ഹെയർ കട്ട് എന്ന് പറയുന്നതിന് പകരം എഴുതിത്തള്ളൽ എന്ന് പറഞ്ഞിട്ടുണ്ടാവും. ശരിയാണ്. പക്ഷെ സാധാരണ ജനത്തിന് മനസ്സിലാകുന്ന ഒരു ഭാഷയാണല്ലോ എഴുതിത്തള്ളൽ എന്നുള്ളത്. പക്ഷെ എഴുതിത്തള്ളിയ തുക വേറെ ഉണ്ട്. അത് 15.3 ലക്ഷം. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്ക് പോകണില്ല. എഴുതിത്തള്ളൽ ഇതിന് പുറമെയാണ്, ഹെയർ കട്ടിന്റെ കൂടത്തിലാണെന്ന് ധരിക്കരുത്. എഴുതിത്തള്ളിയത് 15.3 ലക്ഷം കോടി രൂപ വേറെ ഉണ്ട്. നേരത്തെ പറഞ്ഞ ഹെയർ കട്ട് പക്ഷെ 2016 IBC കോഡ് രൂപീകരിച്ചുകൊണ്ട് പുതുതായി വന്ന ഒരു നിയമമാണ്. ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതി ഇതിന് മുൻപേ തന്നെ നിലവിലുള്ളതല്ലേ? ബാങ്കുകൾ ഒറ്റത്തവണ നിലവിലുള്ളതാണ്. അതെ, ആ ഒറ്റത്തവണ തീർപ്പാക്കൽ പദ്ധതിയല്ല ഇത്. വലിയ കോർപ്പറേറ്റ് അഡ്വാൻസിന് വേണ്ടി അത് റിക്കവർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള, അതെ അത് അങ്ങനെ തന്നെയാണ് സാറേ. വലിയ കോർപ്പറേറ്റ് അഡ്വാൻസുകൾ ഇല്ല, IBC കോഡ് എല്ലാവർക്കും ബാധകമല്ല. IBC കോഡ് എന്ന് പറയുന്നത് വലിയ അഡ്വാൻസുകൾ തിരിച്ചു പിടിക്കുന്നതിന് വേണ്ടിയിട്ട് തന്നെയാണ്. വലിയ അഡ്വാൻസുകൾ എടുക്കുന്നത് കോർപ്പറേറ്റുകളാണ്. വലിയ അഡ്വാൻസുകൾ എടുക്കുന്നത് കോർപ്പറേറ്റ് ആണല്ലോ. അപ്പൊ അങ്ങനെയല്ലേ പറയാൻ കഴിയുള്ളൂ. പിന്നെ ബാങ്കുകളുടെ ലാഭക്ഷമതയെ സംബന്ധിച്ച് അദ്ദേഹം പറഞ്ഞു. അതിനകത്തും നോക്കണം, നമ്മുടെ ബാങ്കുകളിൽ ബിസിനസ് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ പറയുന്ന ബാങ്കുകൾ ഇദ്ദേഹം ലാഭത്തിലാണ് ഇപ്പം എന്ന് പറയുമ്പോൾ 2-3 വർഷം മുമ്പത്തെ ഒന്ന് എടുത്ത് പരിശോധിച്ച് നോക്കിക്കേ. അന്നേരം എന്താ സംഭവിച്ചത്? അന്നേരം ബാങ്കുകളൊക്കെ നഷ്ടത്തിലായി. എങ്ങനെയാണ് ആ നഷ്ടത്തിൽ? അതിന് മുമ്പിലേക്ക് നോക്കൂ, അതിന് പുറകിലേക്ക് നോക്കി കഴിഞ്ഞാൽ ബാങ്കുകൾ വലിയ നഷ്ടം നേരിട്ട, ഞാൻ ജോലി ചെയ്യുന്ന കാനറ ബാങ്ക് അടക്കം നഷ്ടത്തിലേക്ക് പോയ വർഷങ്ങളുണ്ട്. അത് 2014 മുമ്പുള്ള ഒരു കഥയല്ല, 2-3 വർഷം മുമ്പുള്ള കഥയാണ് ഞാൻ പറയണത്. അന്ന് ഈ ബാങ്കുകൾ നഷ്ടത്തിലേക്ക് പോകാനുള്ള കാരണം ഈ കിട്ടാക്കടത്തിന് വേണ്ടിയിട്ടുള്ള പ്രൊവിഷൻസ് ആയിരുന്നു. അങ്ങനെ പ്രൊവിഷൻ വെച്ചിട്ടാണ് അത് പിന്നീട് കുറെ വായ്പകൾ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് വസ്തുത തന്നെയാണ്. ആ വസ്തുതയൊന്നും മറച്ചു വയ്ക്കുന്നില്ല. തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ ബാങ്കുകൾ നഷ്ടത്തിലായിരുന്നു എന്നുള്ള വസ്തുത അദ്ദേഹം മറച്ചു വയ്ക്കുകയാണ്. ബാങ്കുകൾ നഷ്ടത്തിലായതിനു ശേഷമാണ് കഴിഞ്ഞ 2 വർഷമായി ലാഭത്തിൽ വരുന്നത്. പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ബാങ്കുകളുടെ ലാഭക്ഷമതയ്ക്ക് മറ്റ് പല ഘടകങ്ങളുണ്ട്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ. ഇപ്പോ ബാങ്കുകളുടെ എക്സ്പെൻഡിച്ചർ പോർഷനിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഇനമാണ് ജീവനക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു പോർട്ട്ഫോളിയോ. ഇപ്പൊ ജീവനക്കാരുടെ എണ്ണം പല ബാങ്കുകളിലും കുറഞ്ഞു വരികയാണ്. താൽക്കാലിക തൊഴിൽ ബാങ്കുകളിലേക്ക് വരികയാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസം പല ബാങ്കുകളിലായി കഴിഞ്ഞ 1 വർഷം കൊണ്ട് 30,000 അപ്രന്റീസുമാരെയാണ് നിയമിക്കുന്നത്. അങ്ങനെ ബാങ്കുകൾക്ക് ലാഭം ഉണ്ടാകുന്നുണ്ട്. കിട്ടാക്കടം തിരിച്ചു പിടിച്ച വകയിൽ ലാഭം ഉണ്ടാകുന്നുണ്ട്. ശരി ശ്രീ സനൽ, ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. നമ്മുടെ സമയം ഏതാണ്ട് പൂർത്തിയാകാറായി. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരികയാണ്. ശ്രീ ഗോപാലകൃഷ്ണൻ, കേന്ദ്ര ഗവൺമെന്റിന്റെ പദ്ധതികൾ കേരളത്തിൽ വേണ്ടത്ര രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുന്നില്ല എന്ന സംശയമാണ് നമ്മൾ ആദ്യം മുതൽ പ്രകടിപ്പിച്ചു വന്നത്. ഈ തരത്തിൽ കേരളത്തിൽ ഒരു അവയർനെസ്സിന് കുറവുണ്ടോ, അല്ലെങ്കിൽ കേരളത്തിലെ ജനങ്ങൾക്കിടയിലേക്ക് ഈ പദ്ധതികൾ എത്തിക്കുന്നതിൽ കാര്യമായ പ്രവർത്തനങ്ങൾ നടക്കുന്നില്ല, അതിനുള്ള പ്രചരണങ്ങൾ നടക്കുന്നില്ല എന്ന് കരുതുന്നുണ്ടോ? അല്ല, ഈ അവയർനെസ് കൊണ്ടുവരേണ്ട ചുമതല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമല്ല, നിങ്ങളെ പോലത്തെ ചാനലുകൾക്കും ഉണ്ട്. നിർഭാഗ്യവശാൽ കേരളത്തിലെ പല ചാനലുകളും മുഖ്യമന്ത്രിയുടെ മുമ്പിൽ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുമ്പിൽ മൂക്കും കൈയും കാലും കുത്തിക്കിടക്കുന്ന ഒരവസ്ഥയാ കാണുന്നത്. ഞാൻ അത് പറയുന്നതിന് മുമ്പ് ഇപ്പൊ തന്നെ പലപ്പോഴും ഹോണസ്റ്റ് അല്ല. ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പം പിണറായി വിജയൻ സർക്കാർ ചെയ്യുന്നത് നല്ല കാര്യമാണെങ്കിൽ അത് മോശം കാര്യമാണെങ്കിൽ ഞാൻ തുറന്നു പറയണം. അതിലെന്തിനും വിഷമം? ഇപ്പൊ എന്റെ സുഹൃത്ത് ഇവിടെ ഇരിക്കുന്ന ബാങ്കിന്റെ ഉദ്യോഗസ്ഥൻ, അദ്ദേഹത്തിന് ഇപ്പൊ ബാങ്ക് ലാഭമാണെന്ന് പറയാൻ എന്തോ മാനസിക വിഷമമുള്ള പോലെയാ. അത് ലാഭമാണെന്ന് പറയുന്നത് തൊഴിലാളികളെ കുറച്ചുകൊണ്ടാണെന്ന് പറയുന്നത് അതൊരു തരം രാഷ്ട്രീയമാണ്. അങ്ങനെ പറയും. ഇപ്പൊ ബാങ്ക് ലാഭമാണ്. മുൻപ് ബാങ്ക് നഷ്ടമാണെങ്കിൽ നഷ്ടമാണ്. മുൻപ് ബാങ്കുകൾ നഷ്ടമായിരുന്നു, പല ബാങ്കും നഷ്ടമായിരുന്നു. അതുകൊണ്ടാണ് അമാൽഗമേഷൻ ഒക്കെ ഉണ്ടായത്. പക്ഷെ ഇന്ന് ലാഭമാണ്. NBA തിരിച്ചു പിടിക്കുന്നു, NBAയുടെ കണക്ക് കുറയുന്നു. അതല്ലേ നമ്മൾ ഏറ്റവും കൂടുതൽ ചിന്തിക്കേണ്ടത്. അത് പറയുമ്പോ എന്തിനാ ഒരു മനസ്സിലെ വിഷമം? പിണറായി വിജയൻ ചെയ്യുന്നത് നല്ല കാര്യമാണെങ്കിൽ അത് നല്ല കാര്യമാണെന്ന് പറയാനും, തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് പറയാനുള്ള തന്റെ ഇടം ഉണ്ടാവണം.
ശ്രീ ഗോപാലകൃഷ്ണൻ, അതാണ് ഞാൻ അങ്ങനെയുള്ളവരാണ് ഇടപെടുകയാണ്. ഡിബേറ്റില്. നമ്മുടെ സമയം ഏതാണ്ട് തീരാറായതുകൊണ്ട് ഞാൻ ഇടപെടുകയാണ്. ശ്രീ സനിൽ, ഒരു സാമ്പത്തിക ലിറ്ററസിയുടെ കുറവ് ഇത്തരത്തിലുള്ള പദ്ധതികൾ ജനങ്ങളിലേക്ക് എത്തുന്നതിൽ നിന്ന് തടയുന്നുണ്ടോ? സാമ്പത്തിക ലിറ്ററസിയുടെ കുറവുണ്ടെന്ന് തന്നെ വേണം കരുതാൻ. സാമ്പത്തിക ലിറ്ററസി പക്ഷെ കേരളത്തിലെ ഒരു പ്രത്യേകമായ ഒരു വിഷയം എടുക്കുമ്പോൾ അത് അത്രമാത്രം ശരിയുള്ളൂ എനിക്ക് തോന്നുന്നത്. കേരളത്തിൽ അത്ര സാമ്പത്തിക ലിറ്ററസി കുറവാണെന്ന് പറയുന്ന ഒരു വാദത്തോട് അംഗീകരിക്കാൻ കഴിയില്ല. പക്ഷേ ഈ കേന്ദ്ര ആവിഷ്കൃത പദ്ധതികൾക്ക് എതിരെ കേരളം മുഖം തിരിക്കുകയാണെന്ന് പറയുന്ന വാദത്തോട് യോജിക്കാൻ കഴിയുന്നതല്ല. നേരത്തെ ബാങ്കിങ് മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞു. ഇനി ജനറൽ സ്കീമുകൾ എടുത്തു നോക്കിയാൽ തന്നെ ഇപ്പോ നാഷണൽ ഹൈവേ നോക്കൂ, കേരളത്തിന്റെ തനത് ബഡ്ജറ്റ് വരുമാനം ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് പല പദ്ധതികളും കേരളം നടപ്പിലാക്കുന്നത്. PMAY അദ്ദേഹം പറഞ്ഞല്ലോ, പ്രൈം മിനിസ്റ്റേഴ്സ് ആവാസ് യോജന. കേരളത്തിന്റെ ബഡ്ജറ്റിൽ നിന്ന് വകയിരുത്തി അതിന്റെ കൂടി ഒരു ഓഹരി കൊടുത്തുകൊണ്ടാണ് ഈ പദ്ധതികൾ നടപ്പിലാക്കുന്നത്. ആരോഗ്യ മേഖലയിലെ പദ്ധതികൾ, വിദ്യാഭ്യാസ മേഖലയിലെ പദ്ധതികൾ, ഇതിലെല്ലാം കേരളത്തിന്റെ ഒരു കോൺട്രിബ്യൂഷനും കൂടി ഇട്ടുകൊണ്ട് കേന്ദ്ര ഫണ്ട് ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ശ്രീ സനിൽ, നമ്മുടെ സമയം പൂർണ്ണമാകുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി. ഈ ഒരു വിഷയത്തെക്കുറിച്ച് കൂടുതൽ ആഴത്തിലുള്ള പഠനങ്ങൾ നടക്കേണ്ടതുണ്ട്. കേരളത്തിലെ ജനങ്ങൾക്കിടയിൽ സാമ്പത്തിക അവബോധം ഉണ്ടാക്കേണ്ടതുണ്ട്. കേന്ദ്ര ഗവൺമെൻറ് ഒട്ടേറെ പദ്ധതികൾ പ്രഖ്യാപിക്കുന്നെങ്കിലും അത് സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല എന്ന പരാതി നിലനിൽക്കുന്നു തന്നെയുണ്ട്. ചർച്ചയിൽ പങ്കെടുത്ത ശ്രീ ഗോപാലകൃഷ്ണനും ശ്രീ സനലിനും നന്ദി.